Hello my dear students, welcome to our new video. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ഡാറ്റ ടൈപ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും ചില ഓപ്പറേറ്റേഴ്സുകളും നമ്മൾ ഇതുവരെ കണ്ടുകഴിഞ്ഞു. നമുക്കറിയാം ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് 5 എണ്ണമാണെന്ന് പറഞ്ഞു അല്ലെ. ഇൻറ്റീജർ, പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഇൻറ്റീജർ സൂചിപ്പിക്കാൻ വേണ്ടി ഇൻഡി എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുന്നു. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് എന്ന കീവേഡ് ഉപയോഗിക്കുന്നു. പിന്നെ CHAR ക്യാർ എന്ന് പറയും. പിന്നെ വോയിഡ്, ഡബിൾ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓപ്പറേറ്റേഴ്സ്, വേരിയബിൾസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേരിയബിൾസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. നെയിംഡ് സ്റ്റോറേജ് ലൊക്കേഷൻ. നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് താൽക്കാലികമായിട്ട് വാല്യൂസിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിൾസ് ആണ് സഹായിക്കുന്നത്. അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നെയിംഡ് സ്റ്റോറേജ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞത്. നെയിംഡ് എന്ന് പറയുമ്പോൾ ഒരു പേരുണ്ടാവും. ഇറ്റ് റെപ്രസെന്റ്സ് എ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് ലൊക്കേഷൻ. അപ്പൊ നമ്മൾ വേരിയബിൾസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. ഓപ്പറേഷന് സഹായിക്കുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സുകളാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞിരുന്നു. നമ്മൾ സാധാ കാൽക്കുലേഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെയാണ് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസിൽ വരുന്നത്. ഞാൻ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ നമ്മള് അത്ര പരിചിതമല്ലാത്ത ഒരു ഓപ്പറേഷൻ പറഞ്ഞു, മോഡുലസ് ഓപ്പറേറ്റർ. എന്തായിരുന്നു? റിമൈൻഡർ, രണ്ട് സംഖ്യകൾ ഹരിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ ഉത്തരമായി ലഭിക്കുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ ആണ് മോഡുലസ് ഓപ്പറേറ്റർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു സെക്ഷൻ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ന്യൂമറിക് ഡാറ്റകൾ, ദാറ്റ് മീൻസ് നമ്പേഴ്സ്, അവ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തിനാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ന്യൂമറിക് ഡാറ്റകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഒന്നുമില്ലെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റ്. ഉദാഹരണമായിട്ട് 2 <5, 2 5-നേക്കാൾ ചെറുതാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ഒന്നുമില്ലെങ്കിൽ എന്താണ്? ട്രൂ ആണ്, അതല്ലെങ്കിൽ ഫാൾസ് ആണ്. അപ്പൊ എപ്പോഴും ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നടത്തുന്ന ഓപ്പറേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. വിവിധ തരത്തിലുള്ള റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ ഒന്ന് പരിചയപ്പെടണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, equal to, not equal to. These are the various types of relational operators. നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു പോകാം. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ടേബിളിൽ M, N എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് പറയുന്നുണ്ട്. ആ രണ്ട് വേരിയബിൾസിൽ സംതിങ് വാല്യൂസ് ഉണ്ട് എന്നുള്ളതാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. അത് M ലെസ് ദാൻ എന്ന് ചെയ്യുമ്പോൾ, ഉദാഹരണമായിട്ട് എമ്മിൽ ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. നമുക്ക് 12 ഉണ്ട്, N-ൽ 5 ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ M ലെസ് ദാൻ N ചെയ്യുമ്പോൾ that means 12 less than 5 എന്നാണ് അതിന്റെ മീനിങ്. 12 less than 5 എന്ന് പറയുമ്പോൾ 12 5-നേക്കാൾ ചെറുതാണ്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകിൽ ട്രൂ ആകാം അല്ലെങ്കിൽ ഫാൾസ് ആവാം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അത് എന്താ, ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് അല്ലെ. ഫാൾസ് ആണ്. 12 5-നേക്കാൾ ചെറുതാണ് എന്ന് പറയുന്നത് ട്രൂ അല്ലല്ലോ, ഫാൾസ് അല്ലേ. അപ്പൊ ആ ഫാൾസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ട്രൂ ആണെന്നുണ്ടെങ്കിൽ 1 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതാണ് അവിടെ M ലെസ് ദാൻ N താഴത്ത് 0 എന്ന് വന്നിരിക്കുന്നത്. പിന്നെ M ഗ്രേറ്റർ ദാൻ N എന്ന് പറയുമ്പോൾ 12 ഗ്രേറ്റർ ദാൻ 5 ട്രൂ അല്ലേ. 12 5-നേക്കാൾ വലുതാണെന്നാണ് പറയുന്നത്, ട്രൂ ആണ്. അതുകൊണ്ട് അവിടെ ഡിനോട്ട്സ് 1 എന്നുള്ളതാണ് അവിടെ ആ ട്രൂ എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ M ലെസ് ദാൻ ഓർ ഈക്വൽ ടു N എന്ന് പറയാൻ എന്താ? 12 less than or equal to 5.
അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിലത്തെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായാൽ മതി. ഒന്നുമില്ലെങ്കിൽ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ. അപ്പൊ 12 5 ചെറുതോ തുല്യമോ എന്നാ പറയുന്നത്. അവിടെ ചെറുതുമല്ല തുല്യവുമല്ല, അത് കാരണമാണ് അവിടെ 0 വന്നത്. പിന്നെ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n 12 5 വലുതോ തുല്യമോ. അപ്പൊ വലുതാണ് അല്ലെ, തുല്യമല്ല. പക്ഷെ ഈ വലുതോ തുല്യമോ എന്ന് പറയുമ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ, ഓക്കെ ആയിക്കഴിഞ്ഞാൽ അത് ട്രൂ ആയി. അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് അതിനുള്ള റിസൾട്ട് ട്രൂ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് കോളം m നോട്ട് ഈക്വൽ ടു n. m നോട്ട് ഈക്വൽ ടു n എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് m n തുല്യമല്ല, നോട്ട് ഈക്വൽ ടു എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12 നോട്ട് ഈക്വൽ ടു 5, 12 5 തുല്യമല്ല. അപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ലേ, അത് കാരണം ഇറ്റ് ഡിനോട്ട്സ് 1. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് m ഈക്വൽ ടു n. അവിടെ ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ ടു എന്ന് പറയുകയാണെങ്കിൽ പോലും അവിടെ ആ ഒരു സിമ്പിൾ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. സാധാരണ നമ്മള് ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുന്നതിന് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. റിലേഷണൽ ഓപ്പറേറ്ററത്തെ ഈക്വൽ ടു നമ്മൾ അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പൊ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 2 അസൈൻമെന്റ് ഓപ്പറേറ്ററും ഈക്വൽ ടു റിലേഷണൽ ഓപ്പറേറ്ററിലെ ഈക്വൽ ടു തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പൊ ഈ ഒരു ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ഇവിടെ m ഈക്വൽ ടു എന്ന് പറയുമ്പോൾ രണ്ടും തുല്യമാണ് എന്നാ പറയുന്നത്. എന്ന് പറയുമ്പോൾ m ന് 12ഉം n ന് 5ഉം ആണെങ്കിൽ 12 ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ 12 5ഉം തമ്മിൽ തുല്യമാണോ? തുല്യമല്ലല്ലോ. അപ്പോ അവിടെ 0 എന്നാണ്, അത് ഫാൾസ് ആണ് ഇതിന്റെ റിസൾട്ട്. അപ്പൊ 0 എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെ എന്നുള്ളതും അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടത്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആ ടേബിളിൽ വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ ആ എക്സാമ്പിൾ കൂടി കമ്പയർ ചെയ്ത് നോക്കുക, ഇതേപോലെ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 റിലേഷണൽ എക്സ്പ്രഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. 2 റിലേഷണൽ എക്സ്പ്രഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് 3 ലെസ് ദാൻ 5 അല്ലെങ്കിൽ നം നോട്ട് ഈക്വൽ ടു 10. ഇതൊക്കെയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് എഴുതിയിട്ടുള്ള എക്സ്പ്രഷനുകൾ. ഇതൊക്കെ റിലേഷണൽ എക്സ്പ്രഷൻ എക്സാമ്പിൾ ആണ്. ഇത്ര മനസ്സിലാക്കൊണ്ടുള്ളൂ. റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതുന്നതിനെയാണ് റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പ്രഷൻസ് ഇനി പറയാം, വേരിയസ് ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതുന്നതിനെയാണ് റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞത് 3 ലെസ് ദാൻ 5, നം നോട്ട് ഈക്വൽ ടു 0, നം നോട്ട് ഈക്വൽ ടു 10 എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിലപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സിൽ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി എന്നൊക്കെ എഴുതുമ്പോൾ അത് നമ്മളുടെ C++ൽ പോസിബിൾ അല്ല, ആ ഒരു ഓപ്പറേഷൻ ഒന്നും പോസിബിൾ അല്ല. അപ്പൊ നമ്മള് ചിലപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി അങ്ങനെ കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞു വരുന്നത് 2 റിലേഷണൽ എക്സ്പ്രഷനുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക, ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 തരത്തിലുണ്ട്: ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ഫസ്റ്റ് നമ്മൾ ലോജിക്കൽ ആൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ലോജിക്കൽ ആൻഡ്, ഇപ്പൊ നിങ്ങളൊരു ടേബിൾ കാണുന്നുണ്ട്. ആ ടേബിളിൽ E1 E2 പിന്നെ E1 ആൻഡ് E2. അപ്പൊ ഒരു ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഏത് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അവിടെ E1 എന്ന് പറയുന്നത് എക്സ്പ്രഷൻ 1 എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയി എടുത്തിരിക്കുകയാണ്. E2 എന്ന് പറയുന്നത് എക്സ്പ്രഷൻ 2 എന്ന് പറയുന്നതാണ്. ഈ E1ഉം E2ഉം ആൻഡ് ഓപ്പറേറ്റർ ലോജിക്കൽ ആൻഡ് ചെയ്താൽ എന്താണ് റിസൾട്ട് ലഭിക്കുക എന്നുള്ളതാണ് ഈ ടേബിളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഉദാഹരണമായി ഞാൻ പറഞ്ഞു E1ഉം E2ഉം ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് 2 റിലേഷണൽ എക്സ്പ്രഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ E1ഉം E2ഉം 2 റിലേഷണൽ എക്സ്പ്രഷനുകളുടെ റിസൾട്ട് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് 2 റിലേഷണൽ എക്സ്പ്രഷൻ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആണ് E1, രണ്ടാമത്തെ റിലേഷണൽ എക്സ്പ്രഷൻ ആണ് E2. അത് കമ്പയർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിസൾട്ട്
അതാണ് അവിടെ ടേബിളിൽ 1 or 0 അങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിലൂടെ കൊടുത്തിട്ടില്ല. അപ്പോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറയാം, E1 0, E2 0 അങ്ങനെ ആണെങ്കിൽ E1 ആൻഡ് E2 ചെയ്യുമ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 0 ആണ് ലഭിക്കുക. എന്ന് പറഞ്ഞാല് E1 എന്ന് പറയുന്ന റിലേഷണൽ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫാൾസ് ആണ് ലഭിച്ചതെങ്കിൽ, E2 ചെക്ക് ചെയ്തപ്പോഴും ഫാൾസ് ആണ് ലഭിച്ചതെങ്കിൽ, ഫാൾസും ഫാൾസും വന്നിരിക്കും. അപ്പൊ ഫാൾസ് അവ തമ്മിൽ ലോജിക്കൽ ആൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഫാൾസ് ആണ് ഉത്തരമായി ലഭിക്കുക. ഓക്കെ, ഇത് ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ രണ്ടാമത്തെ നോക്കാം, E1 0, E2 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിലേഷൻ എക്സ്പ്രഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫാൾസ്, രണ്ടാമത്തെ റിലേഷൻ എക്സ്പ്രഷന്റെ ട്രൂ. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ലോജിക്കൽ ആൻഡ് ചെയ്തു കഴിഞ്ഞാൽ എന്താ ലഭിക്കുക? 0. ദാറ്റ് മീൻസ് ഫാൾസ്. അതേപോലെ ഒന്നാമത്തെ ട്രൂവും രണ്ടാമത്തെ ഫാൾസും ആണെങ്കിൽ ഫാൾസ് ആണ് ലഭിക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും ട്രൂ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ലോജിക്കൽ ഓപ്പറേറ്റർ ചെയ്യുമ്പോൾ, ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ചെയ്യുമ്പോൾ ട്രൂ ലഭിക്കുന്നത്. അപ്പൊ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് പറയാം, രണ്ട് റിലേഷണൽ എക്സ്പ്രഷനുകൾ ട്രൂ ആണെങ്കിൽ ലോജിക്കൽ ആൻഡ് ചെയ്തു കഴിഞ്ഞാൽ ട്രൂ ലഭിക്കും. ബാക്കിയുള്ള എല്ലാ സന്ദർഭങ്ങളിലും ഫാൾസ് ആണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ നോക്കാം നമുക്ക്, 10 greater than 5 and 15 less than 25. അപ്പൊ 10 greater than 5 എന്നുള്ളതിന്റെ റിസൾട്ട് ആദ്യം എന്താ നോക്കാം. 10 5-നേക്കാൾ വലുതാണെന്ന് പറയട്ടെ, ട്രൂ ആണ് അല്ലെ. അപ്പോ 1 എന്ന് കിട്ടി നമുക്ക്, അതാണ് എക്സ്പ്രഷൻ 1. ഇനി 15 less than 25, 15 25-നേക്കാൾ ചെറുതാണ്. അപ്പൊ എന്താ? അതും ട്രൂ ആണ് അല്ലെ. അപ്പൊ രണ്ട് ട്രൂകൾ തമ്മിൽ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടേബിളിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു ട്രൂ ആണ് ലഭിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഇവാലുവേറ്റ്സ് ടു 1 അല്ലെങ്കിൽ ഇറ്റ് ഇവാലുവേറ്റ്സ് ടു ട്രൂ. ഇനി വേറെ എക്സ്പ്രഷൻ നോക്കാം, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 10 greater than 5 and 100 less than 25. അപ്പൊ 10 greater than 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 5-നേക്കാൾ വലുതാണ്, ട്രൂ ആണ് അല്ലെ. 100 less than 25, 100 25-നേക്കാൾ ചെറുതാണ്, അത് ട്രൂ അല്ലല്ലോ, ഫാൾസ് അല്ലേ. അപ്പൊ ഒരു ട്രൂ വന്നു ഒരു ഫാൾസും വന്നു, അത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് ആണ് ലഭിക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ. ഇവിടെയും ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. രണ്ട് എക്സ്പ്രഷൻ അത് പറഞ്ഞതേപോലെ തന്നെ, രണ്ട് E1 റെപ്രസെന്റ്സ് ഫസ്റ്റ് റിലേഷണൽ എക്സ്പ്രഷൻ ആൻഡ് E2 റെപ്രസെന്റ്സ് സെക്കൻഡ് റിലേഷണൽ എക്സ്പ്രഷൻ. ആ 1 0 എന്ന് കാണിക്കുന്നത് അവിടെ അതിന്റെ റിസൾട്ട് ആണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് എക്സ്പ്രഷനും ഫാൾസ് ആണെങ്കിൽ മാത്രമേ ഓർ ഓപ്പറേറ്റർ ചെയ്തു കഴിഞ്ഞാൽ ഫാൾസ് ആവുകയുള്ളൂ. അല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം ട്രൂ ആയിരിക്കും. അത് സിമ്പിൾ, അത്ര മനസ്സിലാക്കുള്ളൂ. ലോജിക്കൽ ആൻഡ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു? രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ, ബാക്കിയുള്ള സന്ദർഭങ്ങളൊക്കെ ഫാൾസ്. ഇവിടെ രണ്ടും ഫാൾസ് ആണെങ്കിൽ മാത്രം ഫാൾസ്, ബാക്കിയുള്ള എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ കോമ്പിനേഷനിലും ട്രൂ ആണ് ലഭിക്കുന്നത്. അവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 10 greater than 5 ഓർ, ആ ഓർ എന്നുള്ളതിന്റെ സിമ്പിൾ ശ്രദ്ധിക്കുക, ഓർ 100 less than 25. അപ്പോ 10 greater than 5 എന്ന് പറഞ്ഞാല് കണ്ടീഷൻ, അതിന്റെ റിസൾട്ട് എന്താ ലഭിക്കുക? അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുക? 10 5-നേക്കാൾ വലുത്, ട്രൂ ആണ്. അപ്പൊ 1 മനസ്സിൽ കരുതാം. 100 less than 25 എന്ന് പറയുമ്പോൾ 100 25-നേക്കാൾ ചെറുത്, അപ്പൊ ഫാൾസ് ആണ് അല്ലെ. അപ്പൊ 0, 1ഉം 0യും ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 ആണ് ലഭിക്കുക. ഓക്കെ, ആ ടേബിൾ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ വേറെ എക്സാമ്പിൾ നോക്കാം. 10 greater than 15, 10 15-നേക്കാൾ വലുതാണ്, ഫാൾസ് ആയി അല്ലെ. ഓർ 100 less than 90, 100 90-നേക്കാൾ ചെറുതാണ്, ഫാൾസ് ആണ്. അപ്പൊ രണ്ടും ഫാൾസ് വന്നു. അപ്പൊ നമ്മള് ആ ടേബിൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഫാൾസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവ ഓർ ചെയ്ത് കഴിഞ്ഞാല്, ലോജിക്കൽ ഓർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്താ ലഭിക്കാന്ന് പറഞ്ഞാൽ ഫാൾസ് എന്നായിരിക്കും അതിൽ നിന്ന് ലഭിക്കുക. അപ്പൊ ലോജിക്കൽ ഓർ, ആ ഒരു ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കും. പിന്നെ ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റിലേഷൻ എക്സ്പ്രഷന്റെ റിസൾട്ടിന്റെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. അപ്പൊ അവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട്, E1 പിന്നെ നോട്ട് E1. അപ്പൊ E1 0 ആണെന്നുണ്ടെങ്കിൽ നോട്ട് E1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. പിന്നെ E1 1 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് 0 ആയിരിക്കും. വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. അതായത് ട്രൂ ആണെങ്കിൽ ഫാൾസ് ആയിരിക്കും, ഫാൾസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും എന്നർത്ഥം.
ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. നോട്ട് 100 ലെസ് ദാൻ 2. അപ്പൊ ആദ്യം 100 ലെസ് ദാൻ 2 എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാം. 100 ലെസ് ദാൻ 2 100 2നേക്കാൾ ചെറുതാണെന്ന് പറയുന്നത്. 100 2നേക്കാൾ ചെറുതാണോ? അല്ല. അപ്പൊ ഫാൾസ് ആണ് പറഞ്ഞ എക്സ്പ്രഷൻ. അതിന്റെ നോട്ട് എന്ന് പറയുമ്പോൾ ട്രൂ. അതാണ് അപ്പൊ അതിൽ പറയുന്നത് ഇറ്റ് ഇവാലുവേറ്റ്സ് ടു 1. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. നോട്ട് 100 ഗ്രേറ്റർ ദാൻ 2. 100 ഗ്രേറ്റർ ദാൻ 2 പറഞ്ഞാൽ എന്താ? 100 2നേക്കാൾ വലുതാണെന്നാണ് പറയുന്നത്. അത് ട്രൂ ആണല്ലോ അല്ലെ? അപ്പൊ അതിന്റെ നോട്ട് നെഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫാൾസ്. അപ്പൊ ഇറ്റ് ഇവാലുവേറ്റ്സ് ടു 0. അപ്പൊ ദീസ് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ പറഞ്ഞത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോജിക്കൽ റിലേഷണൽ ഓപ്പറേറ്ററിൽ ലെസ് താൻ ഈക്വൽ ടു, ഗ്രേറ്റർ താൻ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ദീസ് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. And next one is logical operators. There are 3 different types of logical operators: logical and, logical or, logical not. ആ ടേബിൾസ് മനസ്സിലാക്കുക. അതിലത്തെ ഓരോ ലോജിക്കൽ ആൻഡില് എക്സ്പ്രഷൻ 1, എക്സ്പ്രഷൻ 2 ആ ഒരു കോമ്പിനേഷൻസ് വരുമ്പോൾ എന്താണ് റിസൾട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ആവശ്യം വരുന്ന ഒരു ഒന്നാണിത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് യൂസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള ഇൻപുട്ടായിട്ട് നമ്മൾ ഡാറ്റകൾ നൽകേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ലെവലില് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഒബ്ജക്ട് ആയിട്ടുള്ള അല്ലെ ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള നമ്മളുടെ കീബോർഡാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ നമ്മൾ C++ല് ഒരു ഓപ്പറേറ്റർ ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട്, ഇൻപുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ആ ഓപ്പറേറ്ററിന് പറയുന്ന പേരാണ് ഗെറ്റ് ഫ്രം ഓർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. 2 ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ഇട്ട ആ ഒരു രീതിയിൽ അതിന് പറയുന്ന പേരാണ് ഗെറ്റ് ഫ്രം ഓർ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്ററിലൂടെയാണ് നമ്മൾ സാധാരണ ഔട്ട്പുട്ട് ചെയ്യാറുള്ളത്. അതാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയി നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയിട്ട് കണക്കാക്കുന്നതിനെ പറയുന്ന പേരാണ് പുട്ട് ടു ഓർ ഇൻസേർഷൻ ഓപ്പറേറ്റർ. അതിന് ലെസ് താൻ എന്ന് പറയുന്ന 2 ലെസ് താൻ എന്ന് പറയുന്ന സിമ്പിൾസ് ജോയിൻ ചെയ്തതിനുള്ള ആ ഒരു രീതിയിലാണ് എന്റെ ഓപ്പറേറ്റർ. അപ്പോ നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ പറഞ്ഞു, അതേപോലെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ പറഞ്ഞു. ഇൻപുട്ട് ഓപ്പറേറ്റർ പറഞ്ഞ വേറെ പേരാണ്, അല്ലെങ്കിൽ അത് നമ്മൾ അറിയപ്പെടുന്നത് ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നതാണ്. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നതാണ് പുട്ട് ടു ഓർ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ 2 സിമ്പിൾസുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. നമ്മൾ പ്രോഗ്രാമിൽ C++ പ്രോഗ്രാമിൽ ഒരുപാട് ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണ്, ഒരുപാട് തവണ ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞു അസൈൻമെന്റ് ഓപ്പറേറ്ററും അതേപോലെ തന്നെ റിലേഷണൽ ഓപ്പറേറ്ററിലെ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കാം അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്താണെന്നുള്ളത്. അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ, ആ ഓപ്പറേറ്റർ ഏതാണ്, അതിന്റെ സിമ്പിൾ എന്താണെന്നുള്ളത് കാണുന്നുണ്ട്. ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഒരു വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ഒരു വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക് എന്താ, മെമ്മറിയിലേക്ക് അല്ലെ. നമ്മൾ പറഞ്ഞു വേരിയബിൾ എന്നാണ് ഇറ്റ് റെപ്രസെന്റ്സ് എ മെമ്മറി ലൊക്കേഷൻ. അപ്പൊ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇതൊരു ബൈനറി ഓപ്പറേറ്റർ ആണ് എന്ന് പറയുമ്പോൾ ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ 2 ഓപ്പറാൻസ് പങ്കെടുക്കണം. അപ്പൊ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരാളുണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരാളുണ്ടാവും. ഈ ഓപ്പറേറ്ററിന്റെ ഇടത് ഭാഗത്തും വലതു ഭാഗത്തും. ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ഒരു വേരിയബിൾ ആയിരിക്കണം. കാരണം എന്താ, ഒരു മെമ്മറിയിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ മെമ്മറി റെപ്രസെന്റ് ചെയ്യുന്നത് വേരിയബിൾസ് അല്ലേ. അപ്പൊ വേരിയബിൾസ് ആയിരിക്കണം ഇടത് ഭാഗത്ത് ഉണ്ടാവുന്നത്. വലത് ഭാഗത്ത് വേരിയബിൾസ് ആവാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആകാം, അതല്ല എങ്കിൽ ഒരു എക്സ്പ്രഷൻ ആവാം. കാരണം എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഒരു വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ആ വേരിയബിളിൽ ഒരു വാല്യൂ ഉണ്ടാകും. ആ വാല്യൂ ആണ് അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ലെഫ്റ്റിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ ആ കോൺസ്റ്റന്റ് വാല്യൂ അതേപോലെ എന്ത് ചെയ്യുന്നു,
ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ടേബിൾ കാണുന്നുണ്ട്, അതിൽ എ ഈക്വൽ ടു ബി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ ഉദ്ദേശിക്കുന്നത്, ബി എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മെമ്മറി റെപ്രസെന്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാലോ 3 ദ കോൺസ്റ്റന്റ് അവിടെ എന്താണ് കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് 3 എന്ന് പറയുന്നത്. ആ 3 എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ എയിലേക്ക് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മള് ചോദിക്കുകയാണ് ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററും ഈക്വൽ ടു ഓപ്പറേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ പറയേണ്ടുള്ളൂ. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഈക്വൽ ടു എന്ന് പറയുന്നതാണെങ്കിൽ രണ്ട് വാല്യൂ തമ്മിൽ തുല്യമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റർ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്.